നമസ്കാരം. ഒരു ഇടവേളയ്ക്കപ്പുറം നേപ്പാളിൽ വീണ്ടും ജൻസി പ്രക്ഷോഭം രൂക്ഷമാവുകയാണ്. ഇതിൻ്റെ തുടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാഠ്മണ്ഡുവിലെ സിംഗദർബാർ എന്നുള്ള പ്രദേശത്ത് നിന്നാണ് തുടങ്ങിയത് ഏതാനും ഒരു 100ഓളം പേരുടെ ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നു. പ്രതിഷേധ പ്രകടനത്തിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് ഭാരതത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക്, അതായത് 100 രൂപയ്ക്ക്, നേപ്പാളി രൂപയുടെ കാര്യമാണ് പറയുന്നത്, 100 രൂപയ്ക്ക് മേലെ വിലയുള്ള വസ്തുക്കൾക്ക് ഒരു നികുതി ചുമത്തുവാൻ പുതിയ സർക്കാരിൻ്റെ, ബലൻ ഷാ സർക്കാരിൻ്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ടാണ് പ്രതിഷേധക്കാർ സിംഗദർബാറിൽ ഒത്തുകൂടിയത്. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ പ്രതിഷേധം മറ്റൊരു രൂപം പ്രാപിച്ചു. ആയിരക്കണക്കിന് ആളുകൾ നേപ്പാളിൻ്റെ വിവിധ ഭാഗത്ത് തടിച്ചുകൂടി തുടങ്ങി. കാഠ്മണ്ഡുവിന് പുറത്തേക്കുമെല്ലാം തടിച്ചുകൂടി തുടങ്ങി. വീണ്ടും KP ശർമ്മ ഒലിയെ ഏത് പ്രക്ഷോഭത്തിലൂടെയാണോ, എത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലൂടെയാണോ പുറത്താക്കിയത്, അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ മാർച്ച് 27-ാം തീയതിയാണ് ബലൻ ഷാ സർക്കാർ അധികാരമേറ്റത്. ഏതാനും ആഴ്ചകൾ മാത്രമേ ഈ സർക്കാരിൻ്റെ പ്രായം ഉള്ളൂ എന്നുള്ളത് കൃത്യമായി ഓർത്തിരിക്കുക. അവിടെയാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ പിന്നിലുള്ള കറുത്ത കരങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയരുന്നത്. അതിലേക്ക് വരാം. ഈ പ്രക്ഷോഭത്തിൻ്റെ കാര്യം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ രൂപാന്തരം സംഭവിച്ച ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി. ഈ നികുതി എന്നുള്ള കാര്യം കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുവാനുള്ളൊരു തീരുമാനം ബലൻ ഷാ എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ആവശ്യങ്ങൾ മറ്റൊന്നായി. ഈ കോളേജുകളിലെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയം ബലൻ ഷാ സർക്കാർ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്, അവരെ പാർശ്വവൽക്കരിക്കുകയാണ്. അതൊഴിവാക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വന്നു. അതിനൊപ്പം തന്നെ മറ്റൊരു ആരോപണം പൊങ്ങി വന്നു. സുധൻ ഗുരുങ് എന്നുള്ള അവിടുത്തെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരാവശ്യം കൂടി ഈ പ്രതിഷേധക്കാർ ഉന്നയിച്ചു. അതായത് ആദ്യത്തെ ആവശ്യം ഏതാണ്ട് അംഗീകരിക്കും ബലൻ ഷാ സർക്കാർ എന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. തന്നെയുമല്ല, ഈ ഒരു നികുതി ബാധിക്കുന്നത് നേപ്പാളിൻ്റെ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്ന കച്ചവടക്കാരെയാണ്. അവരാണ് പ്രധാനമായിട്ട് ഭാരതത്തിൽ നിന്നുള്ള കൗതുക വസ്തുക്കളോ വസ്ത്രങ്ങളോ മറ്റെന്താണെങ്കിലും ഇറക്കുമതി ചെയ്ത് നേപ്പാളിൽ വിറ്റഴിക്കുന്നത്. അവരെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് അവർ പ്രതിഷേധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയാണ് ഈ പ്രതിഷേധം തുടങ്ങിയത്. പക്ഷേ നോയിഡയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അതിനിടയിലേക്ക് ആളുകൾ കടന്നുകൂടുകയും കൃത്യമായ ആസൂത്രണത്തോടു കൂടിയും സംഘടിതമായി കാഠ്മണ്ഡുവിലെ സിംഗദർബാറിലാണ് ഇത് തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഒരു ആരംഭമെന്ന് ഞാൻ പറഞ്ഞു. ആ ആരംഭത്തിൽ നിന്ന് കത്തിപ്പടർന്ന ഈ ഒരു പ്രതിഷേധം വിവിധ ഭാഗങ്ങളിലായിട്ട് കൃത്യമായിട്ട് ആരൊക്കെയോ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് യുവാക്കൾ ഒത്തുകൂടുകയും പ്രതിഷേധം ഇരമ്പുകയും ചെയ്യുകയാണ്. അവിടെ എല്ലാം ഉയർന്നു കേൾക്കുന്നത് ഭാരതത്തിൻ്റെ പേരാണ്. ഭാരതത്തിൽ നിന്നുള്ള വസ്തുക്കളുടെ ഇറക്കുമതിക്കുമേൽ ചുമത്തുവാൻ ഉദ്ദേശിക്കുന്ന നികുതി ഒഴിവാക്കുക. അത് ഒഴിവാക്കി കഴിഞ്ഞാലോ അടുത്ത പ്രശ്നം അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റുഡൻസ് യൂണിയൻ, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ പാർശ്വവൽക്കരിക്കുന്നത് ഒഴിവാക്കുക. അവിടെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ബലൻ ഷാ സർക്കാർ അത്തരത്തിലൊരു നടപടി എടുത്തത് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. കാരണം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്നും ഈ ഡീപ് സ്റ്റേറ്റ് പോലുള്ള ബാഹ്യ ശക്തികളുടെ കയ്യിലെ ചട്ടുകങ്ങളായി ഉപയോഗിക്കപ്പെടുവാൻ കൃത്യമായി തയ്യാറാക്കപ്പെട്ട ആയുധങ്ങളാണ്. ഈ ചട്ടുകങ്ങളോ ആയുധങ്ങളോ ആയിട്ട് അവരുടെ തരം പോലെ അത് ഉപയോഗിക്കാം. KP ശർമ്മ ഒലി എന്നും ഭാരതത്തിന് ഒരു തലവേദനയായ അല്ലെങ്കിൽ ഭാരത വിരുദ്ധനായ ഒരു നേതാവായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ജനാധിപത്യപരമായി നേപ്പാളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ നേപ്പാളിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കുവാൻ ഇത്തരത്തിലൊരു പ്രതിഷേധം ഇരമ്പിയത് എന്തുകൊണ്ടാണ്? KP ശർമ്മ ഒലി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മയപ്പെടുത്തി ഭാരതവുമായി അടുക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അതോടുകൂടിയാണ് അദ്ദേഹത്തെ അട്ടിമറിച്ച് ബലൻ ഷായെ കൊണ്ടുവന്നത്. ബലൻ ഷാ 35-36 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവർ കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഭാരതത്തിനെ ശക്തമായി എതിർക്കുന്ന ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള, അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ പിന്തുടരുന്ന ഒരു നേതാവായിരിക്കും ബലൻ ഷാ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം വളരെ ലിബറൽ കാഴ്ചപ്പാടുകളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു രാജ്യസ്നേഹി കൂടിയാണ് താൻ എന്നുള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുവാനാണ് ബലൻ ഷാ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലും പ്രാധാന്യത്തോടെ പറയേണ്ട മറ്റൊരു കാര്യം, നേപ്പാളിൻ്റെ വികസനമാണ് തൻ്റെ പരമമായ ലക്ഷ്യം എന്നുള്ളൊരു പ്രഖ്യാപനത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. കാരണം 35 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. നേപ്പാളിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി ഒരു താരതമ്യേന ഭേദപ്പെട്ട ഒരു ഭരണം കാഴ്ചവെച്ചാൽ അടുത്ത ഒരു 20-25 വർഷങ്ങൾ സുഖമായി ഭരണത്തിൽ
തനിക്കാകും എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായിട്ടുള്ള സകാരാത്മകമായിട്ടുള്ള ജനങ്ങൾക്ക് പ്രയോജനമുള്ള രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കുവാൻ അദ്ദേഹം ശ്രമങ്ങൾ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കോളേജുകളിൽ, സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമെല്ലാം മുഴുവനായി അങ്ങ് നിരോധിച്ചു, തീർത്തും അങ്ങ് നിരോധിച്ചു. അത്തരത്തിലൊരു ആവശ്യം ഇവർ വയ്ക്കുന്നുണ്ട്. ആ നിരോധനം മാറ്റണമെന്ന് അവർ വെളിവായി പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനകളെ പാർശ്വവൽക്കരിക്കുന്നത് ഒഴിവാക്കുക, അതൊരാവശ്യമാണ്. ഇതൊരു വളരെ വേഗമായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനാണെന്ന് പറയില്ല, വളരെ അവ്യക്തമായിട്ടുള്ളൊരു ആവശ്യമാണ്. ഈ ആവശ്യത്തിൻ്റെ എന്തും കൂട്ടിച്ചേർക്കാം, എന്തും എടുത്തു മാറ്റാം, അത്തരത്തിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടിരിക്കുന്നൊരു ആവശ്യമാണ്. മൂന്നാമത്തെ ആവശ്യം സുദാൻ ഗുരുങ്ങിനെ സംബന്ധിച്ചുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ ദുരൂഹതയുണ്ട്, അഴിമതിയുണ്ട്. അതുകൊണ്ട് ഈ സുദാൻ ഗുരുങ് രാജിവെക്കണം. സുദാൻ ഗുരുങ് രാജിവെച്ചു. ഇപ്പോഴും പ്രക്ഷോഭങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. രണ്ടാമത്തെ ആവശ്യം, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള ആവശ്യങ്ങളുമായി പ്രക്ഷോഭങ്ങൾ തുടരുകയാണ്. ജൻസി പ്രക്ഷോഭം എന്നുള്ള പേര് അതിന് മേൽ വീണ്ടും ചാർത്തി കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇതിലുള്ളൊരു ഭാരതത്തെ സംബന്ധിച്ച് ആശങ്കാജനകമായൊരു വസ്തുത, ഈ പ്രക്ഷോഭങ്ങളുടെ ഇടയിലെല്ലാം ഉയർന്നു കേൾക്കുന്നത് ഭാരതത്തിൻ്റെ പേരാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, സമീപകാലത്തായിട്ട് നമ്മുടെ അജ്ഞാതന്മാരുടെ പ്രവർത്തനങ്ങൾ തൽക്കാലം കണക്കിലെടുക്കുന്നില്ല ഞാൻ, അവരവിടെ പ്രവർത്തിക്കട്ടെ, സുഗമമായി തന്നെ പ്രവർത്തിക്കട്ടെ. ഭാരതത്തിൻ്റെ മേലൊരു പ്രതിച്ഛായ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പാകിസ്ഥാൻ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്, ചൈന, അമേരിക്ക നടത്തുന്നുണ്ട്. കാരണം ഭാരതം മറ്റ് രാജ്യങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള ഭരണകാര്യങ്ങളിൽ ഇടപെടുകയും അവിടുത്തെ സർക്കാരുകളെ അട്ടിമറിക്കുകയും അതിൻ്റെ പേരിൽ അവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു പ്രതിച്ഛായ ഭാരതത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ളൊരു ശ്രമം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണോ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം? അതോ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ബലൻഷായ്ക്കെതിരെയുള്ളൊരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന് ബലൻഷായെ അട്ടിമറിക്കുക, അതിനൊപ്പം തന്നെ ഈ പറയുന്ന പോലെ വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും നനയുമെന്ന് പറയുന്ന പോലെ ഭാരതത്തിൻ്റെ മേൽ ഈ ഒരു കളങ്കം ചാർത്തുന്ന പ്രക്രിയയിൽ ഒരു പടി കൂടി മുന്നോട്ട് കടന്നുള്ള അടുത്ത നടപടിയെടുക്കുക, അതാണോ ലക്ഷ്യമെന്നും അറിയില്ല. പക്ഷേ ഭാരതം ഒരു ലക്ഷ്യം തന്നെയാണ് ഈ പ്രക്ഷോഭത്തിൽ എന്നുള്ള കാര്യത്തിൽ അധികം സംശയമൊന്നും വേണ്ട. അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് തെളിഞ്ഞു വരുന്നത്. ഇതുകൊണ്ട് ഭാരതത്തിന് എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. ഇത് ആഭ്യന്തര തലത്തിൽ തന്നെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഔദ്യോഗികമായി നിഷേധിച്ചാൽ മതി. ഇവിടെ പ്രശ്നം ബലൂചിസ്ഥാൻ, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, ഈ പ്രദേശങ്ങളെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ ഭരണകർത്താക്കൾക്ക് ഭാവിയിൽ എടുക്കേണ്ടി വന്നേക്കാവുന്ന ചില തീരുമാനങ്ങളിൽ ഒരു കടന്നുകയറ്റമോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പിന്മാറ്റം ഇത്തരം നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് നടത്തിപ്പിക്കുവാൻ സാധിക്കുമോ, അതിലേക്കുള്ളൊരു വഴി തുറന്നിടുകയാണോ ഈ പ്രതിച്ഛായയ്ക്ക് മേലുള്ള കളങ്കം വീഴ്ത്തലിലൂടെ അവർ ഉദ്ദേശിക്കുന്നതെന്നും അറിയില്ല. പക്ഷേ അതൊരു കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമായി കാണാവുന്നൊരു കാര്യമാണ്. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്തായാലും ഭാരതത്തിന് പിടിച്ചെടുത്തേ മതിയാവൂ. ബലൂചിസ്ഥാന് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങി നൽകിയേ മതിയാകൂ. അത് ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് പോലും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമാണ്. അത്തരം പ്രവർത്തികളിൽ എന്തെങ്കിലും ഒരു തട ഇപ്പോഴേ ഇട്ട് വയ്ക്കുവാനുള്ള ഒരു വഴിയൊരുക്കലാണോ ഇത്തരത്തിലുള്ള ഒരു പ്രതിച്ഛായ മങ്ങിക്കലിലൂടെ ഈ ഡീപ് സ്റ്റേറ്റും മറ്റ് തൽപര കക്ഷികളും ഉദ്ദേശിക്കുന്നതെന്നും അറിയില്ല. പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജൻസി പ്രക്ഷോഭം നേപ്പാളിൽ വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഭാരതത്തെ സംബന്ധിച്ച് ഒരല്പം ആശങ്കാജനകം തന്നെയാണ്. കാരണം ഭാരതത്തിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള രഹസ്യ നീക്കങ്ങൾ, ഗൂഢനീക്കങ്ങൾ, ഇത്തരത്തിലുള്ള ബാഹ്യശക്തികൾ നേപ്പാളിലൂടെയും പ്രാവർത്തികമാക്കുകയാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നേപ്പാളിലെ സാഹചര്യങ്ങൾ വികസിച്ച് വരുന്നത്? ബലൻഷാ സർക്കാരിന് കെ പി ശർമ്മ ഒലിയെ പോലെ തന്നെ പുറത്തേക്ക് പോകേണ്ടി വരുമോ? പുറത്തേക്കുള്ള വഴിയൊരുക്കി അതിലൂടെ ഭാരതത്തെ ലക്ഷ്യം വയ്ക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകും. ഒരുപക്ഷെ ബലൻഷാ സർക്കാരിൻ്റെ ഒരു അടിത്തറ ശക്തമായതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സീറ്റുകളുടെ പിന്തുണ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം താഴെ പോകുവാനുള്ള സാധ്യതയില്ല. പക്ഷേ സുദൻ ഗുരുങ്ങിൻ്റെ ഈ ഒരു ചുരുങ്ങിയ കാലത്തിലുള്ള ഒരു രാജി അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ക്ഷീണം തന്നെയാണ്. എന്തായാലും നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം വീണ്ടും തലയുയർത്തുമ്പോൾ ഭാരതത്തിനെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമായി അറിയുവാൻ സാധിക്കും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ്
ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.